പഴയ +2 ക്ലാസ്മേറ്റ്സ് ഇപ്പോൾ ഡ്രഗ് മേറ്റ്സ്. ഒരു വാർത്തയിലേക്കാണ്. കർണാടകയിൽ 15-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ 5 പേർ അറസ്റ്റിൽ. പ്രതികൾ 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. കഴിഞ്ഞ ഡിസംബറിൽ 2 തവണയാണ് കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചെയ്യുന്നു. റഹീസ്, ആദ്യത്തെ തവണ പീഡിപ്പിച്ചു, ഈ ദൃശ്യങ്ങൾ പകർത്തി, അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് രണ്ടാം തവണയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? സുഹേലി, സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. കർണാടകയിലെ ബലഗാവിയിലാണ് ഇത്തരത്തിലൊരു കൊടും ക്രൂരകൃത്യം നടന്നിരിക്കുന്നത്. 15-കാരിയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. അതും 1 തവണയല്ല, 2 തവണ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പെൺകുട്ടിയുടെ ഒരു ആൺ സുഹൃത്ത് ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു. ഇതിനു മുൻപ് ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു. അങ്ങനെ അതിന്റെ ദൃശ്യങ്ങൾ കാട്ടിയാണ് ആദ്യ തവണ ഈ കുട്ടിയെ കൂട്ടബലാത്സംഗത്തിനായി ഇവർ കൊണ്ടുപോയത്, അല്ലെങ്കിൽ അത്തരത്തിൽ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ആദ്യം വീട്ടിനടുത്തുള്ള ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് വെച്ച് ഈ ആൺ സുഹൃത്ത് കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ട്. ശേഷം ആ ദൃശ്യങ്ങൾ പകർത്തി പിന്നീട് സുഹൃത്തുക്കൾക്ക് വഴങ്ങണമെന്ന് നിർബന്ധിച്ചു. അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു കൂട്ടബലാത്സംഗം നടന്നിരിക്കുന്നത്. ഡിസംബറിലാണ് 2 തവണ കൂട്ടബലാത്സംഗം നടന്നത് എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയിരിക്കുന്നത്. അതിനുശേഷം പിന്നീടും ഈ കൃത്യം ഇത്തരത്തിലുള്ള ഭീഷണികൾ നീണ്ടതോടുകൂടിയാണ് ഈ കുട്ടി വീണ്ടും പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഒരാൾ വിദേശത്തേക്ക് കടന്നു കളഞ്ഞിട്ടുമുണ്ട്. സുഹൈൽ, ശരി, 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ 5 പ്രതികളാണുള്ളത്. ഇതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ആദ്യം പീഡിപ്പിച്ച ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി അത് ഓൺലൈനിൽ പ്രചരിപ്പിക്കുമെന്ന ഭീഷണി മുഴക്കിയാണ് രണ്ടാം തവണയും പാവം 15-കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. മുഹമ്മദ് റയീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.